ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും 4ാം ക്ലാസ്സിലെ മലയാളം വർക്ക്ഷീറ്റിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് 5 പ്രവർത്തനങ്ങളാണ് മാഷ് നിങ്ങൾക്ക് ചെയ്യുവാനായി തന്നിട്ടുള്ളത്. കൂട്ടുകാർക്ക് ചെയ്യുവാൻ വേണ്ടി തന്ന 5 പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ആശയം വരുന്ന വരികൾ കണ്ടെത്തുക, അടിവരയിട്ട പദത്തിന് പകരം അതേ അർത്ഥമുള്ള മറ്റൊരു പദം ചേർത്ത് എഴുതുക, മാതൃക പോലെ മാറ്റി എഴുതാം, കവിതകൾക്ക് ഒരേ ഈണവും താളവും കിട്ടിയതെങ്ങനെയെന്ന് കണ്ടെത്തുക, താരാട്ടുപാട്ടുകൾ ശേഖരിക്കുക. കൂട്ടുകാരെ, എങ്കിൽ പിന്നെ നമുക്ക് വർക്ക്ഷീറ്റിലോട്ട് കിടക്കാം. അതിനു മുമ്പ് ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ബട്ടൺ പ്രസ് ചെയ്യുക. ആദ്യത്തെ പ്രവർത്തനം വരികൾ കണ്ടെത്താം. കയ്യിലെ വെണ്ണ കാക്ക കൊണ്ടുപോയി എന്ന് ആശയം വരുന്ന വരി ഏതാണെന്ന് നമ്മുടെ പാഠപുസ്തകത്തിൽ നോക്കി കൂട്ടുകാർ കണ്ടെത്തണം. നോക്കൂ, ഇവിടെ ഞാൻ എന്താണ് കൊടുത്തത്? അതെ, കള്ളനായുള്ളൊരു കാകന്താൻ വന്നിട്ടൻ കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി. ഈ 2 വരികള് ആ ആശയവുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലേ? അതുകൊണ്ട് നമുക്കത് അവിടെ എഴുതാം. ഇവിടെ ഞാൻ ചോദ്യത്തിന് കണക്കായിട്ട് പോയിന്റ് ഇട്ടിട്ടാണ് ഉത്തരം എഴുതിയത്. കൂട്ടുകാർ ഒരിക്കലും അങ്ങനെ എഴുതരുത്. വരികൾ കണ്ടെത്താം എന്ന് ഹെഡിങ് എഴുതുക. അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത്? അതെ, കയ്യിലെ വെണ്ണ കാക്ക കൊണ്ടുപോയി എന്ന ആശയം എഴുതുക. അതിനുശേഷം ഇതിന്റെ ഉത്തരം എഴുതുക. ഇനി അടുത്ത ചോദ്യം എഴുതിക്കോളൂ. കണ്ണൻ കള്ളം പറഞ്ഞിട്ടും അമ്മ വീണ്ടും വെണ്ണ നൽകുന്നു എന്ന ആശയം വരുന്ന കവിതയിലെ വരികൾ ഏതാണ്? വൈകാത വണ്ണമ കൈതവ പൈതൽ തൻ കൈകളിൽ 2ലും വെണ്ണ വച്ചാൾ എന്ന 2 വരികളാണ്. അത് കൂട്ടുകാരെ എഴുതുക. രണ്ടാമത്തെ പ്രവർത്തനം എന്താണ്? അടിവരയിട്ട പദത്തിന് പകരം അതേ അർത്ഥമുള്ള മറ്റൊരു പദം എഴുതുവാനാണ് പറയുന്നത്, ചേർത്തെഴുതുവാനാണ് പറയുന്നത്. എന്തൊക്കെയാണ് ചോദ്യം? കള്ളനായുള്ളൊരു കാകൻ. കാകൻ എന്നിവിടെ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? കള്ളനായിട്ടുള്ള ആരാണ് കാകൻ? അതെ, കാകൻ എന്ന് പറയുന്നത് കാക്കയാണല്ലേ? കള്ളനായിട്ടുള്ള കാക്ക എന്നാണ്. അപ്പോൾ അവിടെ നമുക്ക് കാക്ക എന്ന് കൊടുക്കാം. വെണ്ണില പോലുന്ന തിങ്കൾ. തിങ്കൾ എന്ന് പറയുന്നത് തിങ്കളാഴ്ച ആണ് എന്നാണോ? ഇന്ന് തിങ്കളാഴ്ചയാണ് അല്ലേ? അപ്പൊ ഈ തിങ്കൾ എന്ന് ഉദ്ദേശിക്കുന്നത് അതാണോ? അല്ല, പകരം ചന്ദ്രനെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ? അപ്പോൾ അവിടെ ചന്ദ്രൻ എന്നാണ് എഴുതേണ്ടത്. ആർത്തനായി നിന്നു ഞാൻ കേഴും പോലെ. കേഴുക എന്താണ്? കരയുക എന്നാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്തെഴുതും? ആർത്തനായി നിന്നു ഞാൻ കരയും പോലെ. ഇവിടെ ഞാൻ എഴുതിയത് എന്താണ്? കള്ളനായുള്ളൊരു കാക്ക, വെണ്ണില പോലുന്ന ചന്ദ്രൻ, ആർത്തനായി നിന്നു ഞാൻ കരയും പോലെ. അപ്പോൾ നമ്മൾ അടിവരയിട്ട വാക്കിനാണ് പകരമാണ് എഴുതിയത്. മറ്റുള്ളവ അതുപോലെ തന്നെ അവിടെ എഴുതണം. അടുത്ത പ്രവർത്തനം അഥവാ 3ാമത്തെ പ്രവർത്തനം മാതൃക പോലെ മാറ്റി എഴുതാം. ആഗമിപ്പോളവും എന്താണ് കൊടുത്തിരിക്കുന്നത്? ആഗമിക്കുന്നത് വരെ. അതായത് നമ്മുടെ കവിതയിൽ നമുക്ക് ഈണവും താളവും ഒക്കെ കിട്ടുവാൻ വേണ്ടി കവി എന്ത് ചെയ്യും? അതെ, ഒരുപോലെയായിട്ട് കിട്ടേണ്ട, എല്ലാം ചൊല്ലുമ്പോൾ നല്ല രസത്തിൽ ചൊല്ലുവാൻ വേണ്ടി കവികൾ കൂട്ടി എഴുതും. ചില പദങ്ങൾ കൂട്ടി എഴുതും, ചിലത് എന്ത് ചെയ്യും? വേറെ പദങ്ങൾ ഉപയോഗിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ അതെന്ത് ചെയ്യണം? അതെ, പിരിച്ചെഴുതുക. അതൊക്കെയാണ് അങ്ങനെയായിട്ടാണ് വരുന്നത്. ഇതേപോലെ മറ്റൊരു പ്രവർത്തനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആഗമിപ്പോളവും എന്ന് കവി എഴുതിയത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആഗമിക്കുന്നതുവരെ എന്ന് എഴുതാം. അതുപോലെ തന്നെയാണ് ഏതുമേ താരാതെ എന്നെങ്ങനെ എഴുതാം? അതെ, ഒന്നും തരാതെ എന്നാണ് ഏതുമേ തരാതെ എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലേ? 2 പദവും എന്താണ്? ഒരേ അർത്ഥം തന്നെയാണ് തരുന്നത്. പക്ഷെ ചൊല്ലുമ്പോൾ രസം കിട്ടുവാൻ വേണ്ടി കവി എന്ത് ചെയ്യും? അത് മറ്റൊരു രൂപത്തിലാക്കിയിട്ട് എഴുതും. ഇതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്തത് കേഴും പോലെ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, കേഴുക എന്ന് പറയുന്നത് കരയുകയാണ്. അപ്പോൾ കരയും പോലെ. 4ാമത്തെ പ്രവർത്തനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒരേ ഈണം ഒരേ താളം. വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയ മനോഹരമായ ഒരു കവിതയിലെ 4 വരികൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതും നമ്മുടെ കണ്ണന്റെ അമ്മ എന്ന കവിതയുമായി ബന്ധപ്പെട്ടുള്ള ബന്ധം എന്താണെന്ന് അല്ലെങ്കിൽ പ്രത്യേകത എന്താണെന്ന് കൂട്ടുകാർ കണ്ടെത്തണം. ആവൂ വിഷപ്പില്ലേ കാച്ചിയ പാലിത തൂവെള്ളി കിണ്ണത്തിൽ തേൻകുഴമ്പും നല്ല പഴങ്ങളുമാവോളം ഭക്ഷിച്ചു വല്ലതും മുൻമട്ടിൽ സംസാരിപ്പിൻ. ഈ വരികളും വെണ്ണക്കണ്ണൻ എന്ന കവിതയിലെ വരികളും ചൊല്ലി നോക്കൂ. ഈണം സമാനമല്ലേ? അതെ, നമുക്ക് ഒരുപോലെ ഈണത്തിലും താളത്തിലും ചൊല്ലുവാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാകാം ഈ സമാനത?
കൂട്ടുകാർ അത് രണ്ടും നന്നായിട്ടൊന്ന് നിരീക്ഷിച്ചേ. അങ്ങനെ പെട്ടെന്നൊന്നും നിരീക്ഷിച്ചാൽ കിട്ടത്തില്ല, അതുകൊണ്ടാണ് നന്നായിട്ട് നിരീക്ഷിക്കാൻ പറയുന്നത്. എങ്കിൽ ഒരു ക്ലൂ തരാം കൂട്ടുകാർക്ക്. നമ്മുടെ കണ്ണൻ്റെ അമ്മ എന്ന വരികളിലും ഈ വള്ളത്തോൾ നാരായണ മേനോൻ്റെ ഈ വരികളിലും നോക്കൂ, ആദ്യത്തെ വരിയിൽ എത്ര അക്ഷരങ്ങളുണ്ടെന്ന് എഴുതുക, രണ്ടാമത്തെ വരിയിൽ എത്ര അക്ഷരങ്ങളുണ്ടെന്ന് എഴുതുക. അത് രണ്ടും സമാനമാണോ എന്ന് നോക്കിയാട്ടെ, ഒരുപോലെയാണോ എന്ന് നോക്കിയാട്ടെ. കൂട്ടുകാർക്ക് ഇനിയും കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, എഴുതി തരാം. ഈ വരികളുടെയും കണ്ണൻ്റെ അമ്മ എന്ന കവിതയുടെയും ഒന്നാമത്തെ വരിയിൽ 12 അക്ഷരവും രണ്ടാമത്തെ വരിയിൽ 10 അക്ഷരവുമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ 2 കവിതകളും ഒരേ ഈണത്തിൽ പാടുവാൻ സാധിക്കുന്നു. കൂട്ടുകാർക്ക് അത് എണ്ണി നോക്കിയാൽ കാര്യം മനസ്സിലാവും. താരാട്ടുപാട്ട് കണ്ടെത്തുവാനാണ് അടുത്തത്. കൂട്ടുകാർക്ക് ഈ ഒരു താരാട്ടുപാട്ട് നിങ്ങളുടെ ശേഖരണ പുസ്തകത്തിലോ മലയാള പുസ്തകത്തിലോ എഴുതാവുന്നതാണ്. ഇത് മറ്റൊരു താരാട്ടുപാട്ടല്ല, ഇത് ഓമനത്തിങ്ങൾക്കിടാവോ എന്ന താരാട്ടുപാട്ടിന്റെ ബാക്കി തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ പ്രവർത്തനം ഇത്രയുമാണ്. കൂട്ടുകാർ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ബട്ടൺ പ്രസ് ചെയ്യുവാൻ മറക്കരുത്. കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.